തമിഴിലും തെലുങ്കിലുമൊക്കെ സൂപ്പർ താരങ്ങളുടെ നായികയായിട്ടാണ് ശോഭന അഭിനയിച്ചിട്ടുള്ളത്. ശക്തമായിട്ടുള്ള സ്ത്രീകഥാപാത്രങ്ങളും നടിക്ക് ലഭിച്ചിരുന്നു. വിവാഹം പോലും കഴിക്കാതെ ശോഭന അഭിനയത്തിൽ നിന്നും മാറി നിന്നത് എന്തിനാണെന്ന ചോദ്യം പലപ്പോഴും ഉയർന്നു വന്നു. വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങളാണ് സിനിമ ഉപേക്ഷിക്കാമെന്ന തീരുമാനത്തിലേക്ക് ശോഭനയെ എത്തിച്ചതെന്ന് പറയുന്നതിനൊപ്പം മറ്റു പല കഥകളും പ്രചരിക്കുന്നുണ്ട്. അതിലൊന്ന്, തെലുങ്കിൽ ഒരു സൂപ്പർ താരമാണ് ശോഭനയുടെ സിനിമാ ജീവിതം അവസാനിപ്പിച്ചതെന്നാണ് ഈ വിഷയത്തിൽ മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകൻ ഇമാൻഡി രാമറാവു പറഞ്ഞ കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. സൂപ്പർ നായികയായി ഉന്നതിയിലെത്തി നിൽക്കുമ്പോൾ വളരെ പെട്ടെന്നാണ് ശോഭന സിനിമ ഉപേക്ഷിച്ചത്. ചില നായക നടന്മാരുമായി ശോഭനയ്ക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചിലർ നടിയെ ശല്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതാണ് അതിന് കാരണമെന്ന് പറയപ്പെടുന്നു. നായകന്മാർ പലതരത്തിലും ശോഭനയെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നും ഇതോടെ ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയ നടി സിനിമകൾ ഉപേക്ഷിച്ച് പോവുകയായിരുന്നെന്നും പറയപ്പെടുന്നു. തെലുങ്കിലെ നടൻ രാജേന്ദ്ര പ്രസാദുമായി ഒരിക്കൽ ശോഭന വഴങ്ങിക്കൂടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇനി അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കില്ലെന്ന് തീരുമാനിച്ചു. അതിനുശേഷം കുറച്ചു കാലത്തേക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന തീരുമാനത്തിലും അവരെത്തിയിരുന്നു. ആ സെൻസേഷണൽ തീരുമാനം മാറ്റുന്നതിന് വേണ്ടി പലരും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് രാമറാവു പറഞ്ഞത്. അന്ന് രാജേന്ദ്ര പ്രസാദിൻ്റെ പ്രവൃത്തികൾ ശോഭനയ്ക്ക് ഇഷ്ടമാകാതെ വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമയിലേക്ക് ഇനി വരില്ലെന്ന് പറഞ്ഞാണ് നടി പോയതെന്നും രാമറാവു പറയുന്നു. സിനിമ പോലും മോശമാണെന്ന് തോന്നിയെന്നും അതുകൊണ്ടാണ് അത് ഉപേക്ഷിച്ചതെന്ന് ശോഭന ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. അഭിനയത്തിൽ നിന്നും പിന്മാറിയതിനു ശേഷം നൃത്തമെന്ന ലോകത്തേക്ക് നടി ചുരുങ്ങുകയായിരുന്നു. ക്ലാസിക്കൽ നൃത്തങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് പ്രോഗ്രാമുകളുമായി ശോഭന സജീവമായിരുന്നു. ലോകമെമ്പാടും നൃത്ത പരിപാടികൾ നടത്തി വരികയാണ് ഇപ്പോൾ ശോഭന. അതേസമയം വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം 2020 വരന് ആവശ്യമുണ്ടെന്ന സിനിമയിലൂടെ ശോഭന അഭിനയത്തിലേക്ക് തിരിച്ചുവരവ് നടത്തിയിരുന്നു. സുരേഷ് ഗോപിക്കൊപ്പമായിരുന്നു നടി അന്ന് അഭിനയിച്ചത്. 5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നായികയായി എത്തിയിരിക്കുകയാണ് നടി. ഇത്തവണ തുടരും എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ നായികയായിട്ടാണ് അഭിനയിക്കുന്നത്.